സാനിയ മനോവിലേക്ക് പോവുകയാണ്. സാനിയ, ഇപ്പോൾ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം കേൾക്കുകയായിരുന്നു. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായ ആ ഒരു നിലപാട് ഏതായാലും LDF തുടരുമെന്ന് തന്നെ പറയുകയാണ്. പക്ഷേ അവിടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ, PMC നടപ്പിലാക്കുകയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാകേണ്ടി വരും എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ CPIയുടെ നിന്ന് അടക്കം ഈ എതിർപ്പുകളും വരുന്നത്. ഇപ്പോൾ ഏതാണ് LDFന്റെ ഒരു തീരുമാനം? എന്താണ് LDF യോഗം ചേർന്ന് മാത്രം അന്തിമ തീരുമാനം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്? വിനേഷ്, LDFന്റെ ഒരു തീരുമാനം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമുക്ക് LDF കൺവീനറുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാവുന്നത്. അതായത് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കേന്ദ്രം വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രം വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന കാര്യം തന്നെയാണ് ഇന്നും LDF കൺവീനർ ആവർത്തിച്ചത്. അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഈ ഒരു പ്രതിസന്ധി വളരെ രൂക്ഷമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. SSK അടക്കമുള്ള ഫണ്ടുകളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ ഉഴലുന്ന ഒരു അവസ്ഥയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉള്ളത് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന് മാത്രമേ അപ്പോഴും LDF കൺവീനർ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ഇത്തരം തീരുമാനം വന്നു, അത് LDFൽ ആലോചിച്ചില്ലേ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം വരട്ടെ നോക്കാമെന്നുള്ള മറുപടി മാത്രം പറഞ്ഞു ഒഴിവാകുകയായിരുന്നു. പക്ഷേ CPIക്ക് അവരുടെ കൃത്യമായ നിലപാട് പറയാം, ഏത് വിഷയത്തിലും പറയാം, അതുപോലെ ഈ വിഷയത്തിലും പറയാം. NEPയിലെ തന്നെ, അതായത് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയിൽ തന്നെ LDFന് പല കാര്യങ്ങളോടും അതിൽ എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് അപ്പോഴും TP രാമകൃഷ്ണൻ പറയുന്നത്. പക്ഷേ ഈ ഫണ്ട് PM ശ്രീ പദ്ധതി പ്രകാരം ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ NEPയുടെ ഭാഗമാകേണ്ടി വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതും കാത്തിരുന്ന് കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഫൈറ്റ് ചെയ്യുകയല്ലേ വേണ്ടത്, അല്ലാതെ കീഴടങ്ങുകയല്ലോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഫൈറ്റ് ചെയ്ത് എത്ര നാൾ നമ്മൾ മുന്നോട്ട് പോകും, തൽക്കാലത്തേക്ക് ഈ ഫണ്ട് കിട്ടുകയല്ലേ നമുക്ക് അത്യാവശ്യം എന്നുള്ളതായിരുന്നു. പക്ഷെ തമിഴ്നാട് സർക്കാർ അടക്കം സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ ഫണ്ട് നേടിയെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് തമിഴ്നാടിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പണമുണ്ട്, തമിഴ്നാടിന്റെ കയ്യിൽ ആഭ്യന്തരമായി തന്നെ പണം ഇഷ്ടം പോലെയുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ സുപ്രീം കോടതിയൊക്കെ സമീപിക്കാനുള്ള സാവകാശം കിട്ടുന്നത് എന്നായിരുന്നു TP രാമകൃഷ്ണന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഓരോന്നിനും ഓരോ നിബന്ധന വെക്കുകയാണ്, ആ നിബന്ധനകളിൽ പെട്ടുപോവുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ജീവനക്കാരെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിൽ PM ശ്രീക്ക് അനുകൂലമായ ഒരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി എടുത്തിട്ടുണ്ടാവുക. ഇത് LDFന്റെ നിലപാടാണോ എന്ന് വീണ്ടും നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ LDF അത് ചർച്ച ചെയ്യും, CPI അടക്കമുള്ള ആളുകൾക്ക് അത് പറയാനുള്ളത് പറയുമെന്നുള്ള നിലപാടാണ് TP രാമകൃഷ്ണൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ശരി, സാനിയ മനോമിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.